ശക്തമായ മഴയിൽ ചാഴൂർ കമാൻഡ് മുഖം താൽക്കാലിക തടയണ തകർന്നു. 5 പഞ്ചായത്തുകളിലെ 500-ലേറെ കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. കൊടിയൂർ പുളിക്കലിച്ചുര പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക ബണ്ട് പൊട്ടിച്ച് വെള്ളം ഒഴുക്കിവിട്ടു തുടങ്ങി. ഓൾപ്പടവുകളിലെ സ്ലൂയിസുകൾ തുറക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് ചാഴൂർ കൃഷിഭവൻ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. തീരദേശത്ത് വെള്ളക്കെട്ട് ദുരിതം. കനോലി കനാൽ കവിഞ്ഞതോടെ കയ്പമംഗലം, എടത്തിരുത്തി പഞ്ചായത്തുകളിൽ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി. മന്ദലാകുന്ന് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ട് പരിഹരിക്കാൻ നടപടി ആരംഭിച്ചു. പുതുക്കാട് സെന്ററിലെ തട്ടുകടകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്തതും പഴകിയ ഭക്ഷണം കണ്ടെത്തിയതുമായി 2 കടകൾ അടയ്ക്കാൻ നിർദ്ദേശം. ദേശീയപാത പട്ടിക്കാട് കല്ലെടുക്ക് മേഖലയിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. മുടിക്കോട് അടിപ്പാതയ്ക്ക് വേണ്ടിയെടുത്ത കുഴി മണ്ണിട്ട് നികത്തി വാഹനങ്ങൾ കടന്നുപോകാനുള്ള സൗകര്യം ഉടൻ ഒരുക്കുമെന്ന് മന്ത്രി. പുല്ലഴി ചെറിയ പാലത്തിൽ ചണ്ടിയും കുളവാഴയും അടിഞ്ഞുകൂടി കിടക്കുന്നു. കോർപ്പറേഷൻ പരിധിയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. തൃശൂർ കുന്നംകുളം റൂട്ടിൽ മുതുവറയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. കുരുക്ക് മുറുക്കി നിയന്ത്രണങ്ങൾ പാലിക്കാത്ത ബസ്സുകൾ. യാത്രാ ദുരിതത്തിൽ സഞ്ചാരികൾ. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ശക്തമായ മഴയിൽ ചാഴൂർ കമാൻഡ് മുഖം താൽക്കാലിക തടയണ തകർന്നു. 5 പഞ്ചായത്തുകളിലെ 500-ലേറെ കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. ശക്തമായ മഴയിൽ കരുവന്നൂർ പുഴയിലെ ജലനിരപ്പ് ഉയർന്നതോടെയാണ് പുഴയോട് ചേർന്ന് നിർമ്മിച്ച താൽക്കാലിക തടയണ തകർന്നത്. തെങ്ങ്, മുളങ്കുറ്റികളും പലകകളും സ്ഥാപിച്ച് മണ്ണിട്ട് നിരത്തി കഴിഞ്ഞ വർഷം പുനർനിർമ്മിച്ച തടയണയാണ് കാലവർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ തകർന്നത്. ഇതോടെ ഇവിടെ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തുന്ന സമീപത്തെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ട് ഭീഷണിയിലായി. താഴ്ന്ന പ്രദേശത്തുള്ള ആളുകൾ വളരെ ഭീതിയിലാണ്. ഇപ്പോൾ ഈ പുഴയുടെ ലെവലിൽ വെള്ളം ഇവിടെ വരികയെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇപ്പോൾ ക്യാമ്പിലേക്ക് മാറേണ്ടി വരും. ഇതിന്റെ സമീപ പ്രദേശത്തുള്ള എല്ലാ പഞ്ചായത്തിലെ ആളുകൾക്കും ഇതേ ദുരന്ത അനുഭവം തന്നെയാണ്. ഇത് ഒഴിവാക്കാനായിട്ട് നിരന്തരമായിട്ട് നിവേദനങ്ങളും പരാതികളും പ്രശ്നങ്ങളുമായിട്ട് നിന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ താൽക്കാലിക സ്ഥിര സംവിധാനം തള്ളിപ്പോയപ്പോഴാണ് താൽക്കാലിക സംവിധാനം ഉണ്ടാക്കിയത്. ചാഴൂർ പഞ്ചായത്തിന് പുറമെ ചേർപ്പ്, പാറളം, അന്തിക്കാട്, അരിമ്പൂർ ഗ്രാമപഞ്ചായത്തുകളിലെ 500-ലധികം കുടുംബങ്ങളാണ് വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്നത്. മുൻപേ കൂട്ടി ഇതിന്റെ സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ ചാക്കിട്ട് കുറച്ച് മണ്ണിട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കടക്കാണ്ടിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് എയിനെയും ബന്ധപ്പെട്ടവർ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ അപ്ഡേഷനായിട്ട് കളക്ടർക്കും തഹസിൽദാർക്കും നമ്മൾ ഈ വിവരങ്ങളൊക്കെ എല്ലായ്പ്പോഴും കൊടുത്തുകൊണ്ടിരുന്നതാണ്. എന്നിട്ടാണ് ഇപ്പോൾ ഈ സംഭവത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് തടയണ തകരാൻ കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. ആവശ്യമായ ഉയരവും ഉറപ്പുമില്ലാതെ നിർമ്മിച്ച തടയണയെ സംബന്ധിച്ച് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ പ്രദേശവാസികൾ ആശങ്ക ഉന്നയിച്ചതാണ്. എന്നാൽ ഇതൊന്നും ഇറിഗേഷൻ അധികൃതർ ചെവിക്കൊണ്ടില്ലെന്നും 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച തടയണയിൽ അഴിമതിയുണ്ടെന്ന ആക്ഷേപവും ശക്തമാണ്. 14 ലക്ഷം രൂപയാണ് ആദ്യം വകയിരുത്തിയത്. ഈ 14 ലക്ഷം രൂപ ഇതിന് വരില്ല. ഇത് ആകെ 2-3 ലക്ഷം രൂപ കൊണ്ട് ഇത് അവസാനിപ്പിക്കാവുന്ന പണിയുള്ളൂ എന്ന് അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവരത് കുറച്ചൊരു 4 ലക്ഷം കുറച്ചിട്ട് 10 ലക്ഷമാക്കി. 10 ലക്ഷം രൂപ വരെ പണി നടക്കുമ്പോഴും ഞങ്ങളിവിടെ വന്ന് നോക്കിയിരുന്നു. ഇവിടുത്തെ എത്ര മുളയിട്ടുണ്ട്, എത്ര ലോഡ് മണ്ണടിച്ചിട്ടുണ്ട്, എത്ര പനമ്പിട്ടുണ്ട്, കയറിൻ്റെയും മണ്ണ് വന്നതിൻ്റെ വരെ കണക്ക് ഞങ്ങൾ എടുത്ത് നോക്കിയപ്പോൾ കൂടി വന്ന ഒരു 3 ലക്ഷം രൂപ ഇതിന് ചിലവ് വരുള്ളൂ. ഇതിന് നടന്നിട്ടുള്ള അഴിമതിനെ കുറിച്ചാണ് ഇനി അന്വേഷിക്കേണ്ടത്. അതിന് കൂട്ടുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി എടുക്കും വേണം. ഈ കരാറുകാരനെ കരിമ്പട്ടികയിൽ പെടുത്തിയിട്ട് ഇനി ഇറിഗേഷൻ്റെ പണികൾ കൊടുക്കാനും പാടില്ല. കേവലം 3 ലക്ഷത്തോളം രൂപ മാത്രം ചെലവഴിച്ച് ഇതേ തടയണയുടെ സമീപത്ത് നാട്ടുകാർ ചേർന്ന് നിർമ്മിച്ച കോൺക്രീറ്റ് പാലം ചൂണ്ടിക്കാട്ടിയാണ് പ്രദേശവാസികളുടെ ആരോപണം. ഈ സാധനം തള്ളിപ്പോയപ്പോൾ ഇത് പുനഃക്രമീകരിക്കാൻ വേണ്ടി ഈ നാട്ടുകാർ 3 ലക്ഷത്തിൽ താഴെ രൂപ സ്വരൂപിച്ചിട്ട് നാട്ടുകാർ പണിത പാലാണ് ഈ നിൽക്കുന്നത്. ഇപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഇറിഗേഷന്റെ ഗുരുതരമായ അനാസ്ഥയാണ് ഇതിൽ കാണിക്കുന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻചാർജ് അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. താൽക്കാലിക തടയണയ്ക്ക് പകരം സ്ഥിരം സംവിധാനം വേണമെന്ന ആവശ്യം വീണ്ടും ശക്തമായിരിക്കുകയാണ്. ഇതിന് 46 ലക്ഷത്തോളം രൂപ അനുവദിച്ചതായും നടപടികൾ പൂർത്തീകരിച്ച് അടുത്ത കാലവർഷത്തിന് മുൻപായി സ്ഥിരം സംവിധാനം ഒരുക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം MLA CC മുകുന്ദൻ പറഞ്ഞു. ശാശ്വത പരിഹാരം കണ്ടെത്താൻ FRB ഷട്ടർ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് 46 ലക്ഷം രൂപയുടെ. അത് പണിയുന്നതിന് മുമ്പ് വീണ്ടും ഇത് കെട്ടണം. കളക്ടറോട് പറഞ്ഞു ആവശ്യമായ നടപടി സ്വീകരിക്കാൻ നമ്മൾ തീരുമാനം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വലിയ വിഷയം എന്ന നിലയിൽ ഈ 3 പഞ്ചായത്തിലെ പ്രസിഡന്റുമാരെ വിളിച്ച് ഇവിടെയൊക്കെയാണ് വെള്ളം നിൽക്കണമെങ്കിൽ വിളിച്ച് ചർച്ച ചെയ്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. തടയണ തകർന്നതോടെ വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്ന കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് അധികൃതർ അറിയിച്ചു. അപ്പോഴും ഓരോ മഴക്കാലത്തും ഭീതിയോടുകൂടി കഴിയേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. പല പഞ്ചായത്തുകളെയും വെള്ളക്കെട്ടിലേക്ക് തള്ളിവിടുന്ന കരുവന്നൂർ പുഴ ചേരുന്ന ഈ കമാൻഡ് മുഖത്ത് സ്ഥിരം തടയണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇപ്പോഴും
താൽക്കാലിക തടയണ കെട്ടി മാത്രമാണ് പലപ്പോഴും വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നത്. ഇനിയെങ്കിലും ശാശ്വതമായ പരിഹാരത്തിനാണ് ജനങ്ങളും പ്രദേശവാസികളും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. കമാൻഡ് മുഖത്ത് നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. ചേർപ്പ് മേഖലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ CC മുകുന്ദൻ MLA സന്ദർശിച്ചു. മുത്തുള്ളിയാൽ, തോപ്പ്, പൊട്ടിച്ചിറ, പണ്ടാരച്ചിറ മേഖലകളിലായി 150ഓളം കുടുംബങ്ങളാണ് ക്യാമ്പിൽ കഴിയുന്നത്. പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂൾ, ഗവൺമെന്റ് ചേർപ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും ലഭ്യമാക്കിയതായും ക്യാമ്പിന്റെ നടത്തിപ്പ് വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കുന്നതായും ക്യാമ്പ് സന്ദർശിച്ചതിന് ശേഷം MLA പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, വില്ലേജ് ഓഫീസർ ശ്രീവിദ്യ രാമചന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി മുംതാസ് അക്ബർ അലി, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ MLAയ്ക്കൊപ്പം ക്യാമ്പ് സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രതിഷേധങ്ങൾക്കൊടുവിൽ പടിയൂർ പുളിക്കലച്ചിറ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക ബണ്ട് പൊട്ടിച്ച് വെള്ളം ഒഴുക്കിവിട്ടു തുടങ്ങി. പടിയൂർ പൂമംഗലം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുളിക്കലച്ചിറ പാലം നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. പാലം നിർമ്മാണത്തിനായി കെട്ടിയ താൽക്കാലിക ബണ്ട് മൂലം പഞ്ചായത്തിലെ 100ഓളം വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായതിനെ തുടർന്ന് പ്രദേശവാസികൾ ദിവസങ്ങളായി പഞ്ചായത്തിൽ സമരം ചെയ്തിരുന്നു. ജില്ലാ കളക്ടറും മന്ത്രി R ബിന്ദുവും പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ യോഗങ്ങളെ തുടർന്ന് ബണ്ടിനടിയിലൂടെ കൂടുതൽ പൈപ്പുകളിട്ട് വെള്ളം കൂടുതൽ ഒഴുകിപ്പോകുന്നതിനായുള്ള നടപടി സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച രാവിലെ വെള്ളം ഒഴുക്കിവിടുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പൈപ്പും യന്ത്രസാമഗ്രികളും എത്തിയില്ല. ബണ്ടിന് സമീപം തടിച്ചുകൂടിയ പ്രദേശവാസികൾ പ്രതിഷേധിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ JCB ഉപയോഗിച്ച് ബണ്ടിന്റെ 3 ഇടങ്ങളിലായി പൊളിച്ച് വെള്ളം കൂടുതൽ ഒഴുക്കിവിട്ടു. ഇവിടെ കൂടുതൽ പൈപ്പുകൾ സ്ഥാപിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിലവിൽ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഏങ്ങണ്ടിയൂർ ഏത്തായിയിൽ വെള്ളക്കെട്ട് രൂക്ഷം. നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലായി. ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് MI മിഷൻ ആശുപത്രിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ കൾവർട്ട് അടച്ചുപൂട്ടിയതോടെ കൈത്തോടുകൾ നിറഞ്ഞതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. ഏത്തായി സെന്ററിന് സമീപത്തുള്ള പറപ്പറമ്പിൽ ഹരീഷ്, മഹേഷ്, മനോജ് എന്നിവരുടെ വീടിന്റെ പരിസരത്താണ് വെള്ളം കെട്ടിനിൽക്കുന്നത്. ഒരാഴ്ചയോളമായി വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം അസഹ്യമായ ദുർഗന്ധമാണ്. പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. സമീപത്തുള്ള LP സ്കൂളും പരിസരവും വെള്ളക്കെട്ടിലാണ്. കോൾപ്പടവുകളിലെ സ്ലൂയിസുകൾ തുറന്നിടുവാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തിയതിൽ പ്രതിഷേധിച്ച് കൃഷിഭവൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കോൺഗ്രസ് ചാഴൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു സായിറാം അധ്യക്ഷത വഹിച്ചു. സുനിൽ ലാലൂർ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജോഷി ആലപ്പാട്ട്, വൈസ് പ്രസിഡന്റുമാരായ അശോക് കോമത്തുകാട്ടിൽ, PK പരമേശ്വരൻ, ചാഴൂർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PK ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. ചാഴൂർ പഞ്ചായത്തിലെ പുറത്തൂർ പടവ്, ആലപ്പാട്ട് പടവ്, പുള്ളുപടവ് എന്നീ പാടശേഖരങ്ങളിൽ സ്ലൂയിസുകളെല്ലാം അടച്ചിട്ട് മത്സ്യകൃഷി ചെയ്യുന്നതിനാൽ പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് നിലനിൽക്കുന്നതായി TCV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. തീരദേശത്ത് വെള്ളക്കെട്ട് ദുരിതം. കനോലി കനാൽ കവിഞ്ഞതോടെ കയ്പമംഗലം, എടത്തിരുത്തി പഞ്ചായത്തുകളിൽ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി. മഴയ്ക്ക് നേരിയ ശമനമായെങ്കിലും കനോലി കനാലിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ പുഴ കവിഞ്ഞ് വെള്ളം ഒഴുകിയെത്തിയത് ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. എടത്തിരുത്തി 6-ാം വാർഡ്, കോഴിത്തുമ്പ്, കയ്പമംഗലം, ചെളിങ്ങാട്, കാക്കാത്തിരുത്തി, താഴ്വാരം എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. പ്രദേശത്തെ 200ഓളം വീടുകൾ വെള്ളക്കെട്ടിലായി. നിരവധി വീടുകളിൽ വെള്ളം കയറി. വീട്ടുകാരിൽ പലരും ബന്ധുവീടുകളിലേക്കും മറ്റും താമസം മാറി. 14ഓളം കുടുംബങ്ങളെ പഞ്ചായത്ത് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യവും സഹായവും ചെയ്തിട്ടുണ്ടെന്ന് കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി പറഞ്ഞു. ഈ പ്രദേശം മുഴുവനും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഒരുപാട് വീടുകൾ, ഒരു പരിധിവരെ ആളുകളെ ക്യാമ്പിലേക്ക് നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ അടുത്ത വീടുകളിലും ബന്ധുക്കളുടെ വീടുകളിലേക്കൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ വീടുകൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മേഖലകളാണ് നമ്മുടെ കൈപ്പലം പഞ്ചായത്തിലും അതുപോലെ തന്നെ എടത്തിരുത്തി പഞ്ചായത്തിലുള്ളത്. ഇതിൻ്റെ ഏത് രീതിയിലാണ് വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന രീതിയിലുള്ള പഠനം പൂർത്തീകരിച്ച് വേണ്ട നടപടി ചെയ്യാമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതനുസരിച്ച് വേണ്ട കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ET റൈസൻ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, പഞ്ചായത്ത് അംഗങ്ങളായ MS സുജിത്, VB ഷെരീഫീർ എന്നിവർ വെള്ളക്കെട്ട് പ്രദേശങ്ങൾ സന്ദർശിച്ചു. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ജില്ലാ ഭരണകൂടവുമായി ആലോചിച്ച് ശാശ്വത പരിഹാരം കാണുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് MLA പറഞ്ഞു.
ഒരു പ്രാവശ്യവും ഇല്ലാത്ത രീതിയിൽ കനോലി കനാലിൽ നിന്ന് വെള്ളം കയറുകയാണ്. ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിൽ വിഷമുണ്ടാക്കുന്നതാണ്. ഏതായാലും നമുക്ക് അതിനുള്ള പരിഹാരം എന്താണെന്ന് ജില്ലാ ഭരണകൂടമൊക്കെ ആയിട്ട് ആലോചിച്ച് നമ്മൾ ചെയ്യും. എടത്തിരുത്തി പഞ്ചായത്ത് ചാമക്കാല ആശ്വാസ കേന്ദ്രത്തിലെ ക്യാമ്പിൽ 27 കുടുംബങ്ങളിൽ നിന്നുള്ള 60 പേരാണുള്ളത്. ഇടവേള. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പുതുക്കാട് സെന്ററിലെ തട്ടുകടകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്തതും പഴകിയ ഭക്ഷണം കണ്ടെത്തിയതുമായ 2 കടകൾ അടയ്ക്കാൻ നിർദ്ദേശം നൽകി. രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കുന്ന ദേശീയപാതയോരത്തെ തട്ടുകടകളിലാണ് പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയത്. 2 ദിവസത്തിനുള്ളിൽ മറ്റുള്ള തട്ടുകടകൾ വൃത്തിയാക്കിയ ശേഷം ആരോഗ്യവകുപ്പിനെ അറിയിക്കാനും ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. എല്ലാ തട്ടുകടകളിലും ഭക്ഷണം തുറന്നുവെച്ച നിലയിലായിരുന്നു. ഹെൽത്ത് കാർഡില്ലാത്ത തൊഴിലാളികൾക്ക് അടുത്ത ദിവസം തന്നെ ഹെൽത്ത് കാർഡ് എടുക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ലേബലില്ലാത്ത വറവ് പലഹാര പാക്കറ്റുകളും ഉദ്യോഗസ്ഥർ കണ്ടെത്തി. പുറത്തുനിന്ന് തട്ടുകടകളിലേക്ക് ഭക്ഷണം എത്തിക്കുന്നവരുടെ രേഖകൾ സൂക്ഷിക്കുന്നതിനും നിർദ്ദേശം നൽകി. പുതുക്കാട് സെന്ററിലെ കടകളിൽ നിന്ന് വാങ്ങിയ ഭക്ഷണത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുഴുവിനെയും തേരട്ടയെയും കണ്ടെത്തിയതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പിന്റെ പരിശോധന. 2 ആഴ്ചയിലൊരിക്കൽ രാത്രി പരിശോധന കർശനമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. പുതുക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ R. രാജേഷ്, പഞ്ചായത്ത് തല ഹെൽത്ത് ഇൻസ്പെക്ടർ KG ഗീതുപ്രിയ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ റസാഖ്, നിമ്മി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. TCV ന്യൂസ്, പുതുക്കാട്. ദേശീയപാതയിലെ കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ദേശീയപാതയിലെ മുടിക്കോട്, കല്ലെടുക്ക് എന്നിവിടങ്ങളിൽ സന്ദർശിക്കുകയും ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ദേശീയപാത അതോറിറ്റി അധികാരികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. നിലവിൽ മുടിക്കോട് ക്ഷേത്രത്തിന് മുന്നിലായി വീതി കുറഞ്ഞ സർവീസ് റോഡ് വീതി കൂട്ടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. അടിപ്പാതയ്ക്ക് വേണ്ടിയെടുത്ത കുഴിയിൽ മണ്ണിട്ട് നികത്തി 2 വാഹനങ്ങൾക്ക് കടന്നുപോകാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തി പൂർത്തീകരിച്ച ശേഷം ടാർ വേസ്റ്റ് ഉപയോഗിച്ച് സെറ്റാക്കിയ ശേഷം വാഹനങ്ങൾ കടത്തിവിടുമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ പുല്ലഴി ചെറിയ പാലത്തിൽ അടിഞ്ഞുകൂടിയ ചണ്ടിയും കുളവാഴയും നീക്കാൻ ഇറിഗേഷൻ അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല. കോർപ്പറേഷൻ പരിധിയിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ട് ഭീഷണിയിലായിട്ടും അധികൃതരുടെ മൗനം തുടരുന്നു. കനാൽ ബണ്ടും അപകട ഭീഷണിയിലാണ്. തെക്കേ പുല്ലഴി KLDC കനാലിന്റെ ചെറിയ പാലത്തിലാണ് മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും വലിയ തോതിൽ ചണ്ടിയും കുളവാഴയും അടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നത്. പെരിങ്ങാവ്, കുറിഞ്ഞായിക്കൽ, അയ്യന്തോൾ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും വെട്ടിയിട്ട കുളവാഴകളും ചണ്ടിയുമാണ് പുല്ലഴി ചെറിയ പാലത്തിന്റെ തൂണുകളിൽ വന്നടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് TCV കഴിഞ്ഞ മാസം 30-ന് വാർത്ത നൽകിയിരുന്നു. ഇറിഗേഷൻ വകുപ്പ് അധികൃതരുടെയോ ജില്ലാ ഭരണകൂടത്തിന്റെയോ ഭാഗത്തുനിന്ന് പ്രശ്നപരിഹാരത്തിനുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതിനാൽ കോൾപ്പടവിന്റെ ബണ്ട് ഏതു നിമിഷവും തകർന്ന് വലിയ നഷ്ടമുണ്ടാകാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. തൃശൂർ ഇറിഗേഷൻ ഓഫീസിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കുളവാഴകൾ നീക്കം ചെയ്യാനുള്ള ടെൻഡർ അയച്ചിട്ടുണ്ടെങ്കിലും സൂപ്രണ്ട് എഞ്ചിനീയറുടെ അന്തിമ ഉത്തരവ് ഇനിയും ലഭിച്ചില്ലെന്ന് പറയുന്നു. അടിയന്തരമായി കുളവാഴകൾ നീക്കിയില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിനിടയാകുമെന്ന് പുല്ലഴി ഡിവിഷൻ കൗൺസിലർ K. രാമനാഥൻ പറഞ്ഞു. ചെറുപാലത്തിന്റെ തൂണുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കുളവാഴകൾ നീക്കം ചെയ്യണമെന്ന് മെയ് മാസം 26-ാം തീയതി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അധികൃതരോട് ഞാൻ പറഞ്ഞിരുന്നതാണ്. ഇന്നലെ വരെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നടപടിയൊന്നും ആയിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്നും കിട്ടിയ മറുപടി. ഇത് എല്ലാ വർഷമുള്ള ഒരു പ്രക്രിയയായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഈ കുളവാഴകൾ ഇങ്ങനെ അടഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് വെള്ളം കയറി ഇവിടുത്തെ
കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയിലാണ്. അത് തന്നെയല്ല, കോൾപ്പടവിലെ ബണ്ടുകൾക്ക് ഇത് ഭീഷണിയാണ്. ഇപ്പോൾ തന്നെ അയ്യന്തോൾ, പൂങ്കുന്നം, ഉദയനഗർ, ചെമ്പുക്കാവ് ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായി ഈ കുളവാഴകൾ നീക്കം ചെയ്തില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്ക് ഈ പ്രദേശത്തെ കൊണ്ടുപോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും കോർപ്പറേഷൻ പരിധിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കാര്യമായ യാതൊരു മുൻകരുതലും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകാത്തതിനാൽ പതിവ് പോലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് ഭീഷണി രൂക്ഷമായി തുടരുകയാണ്. കാനകളിലും തോടുകളിലും അടിഞ്ഞുകൂടിയ മണ്ണുകൾ നീക്കം ചെയ്യാത്തതാണ് ഇത്തവണയും പ്രതിസന്ധി രൂക്ഷമാക്കിയത്. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ കുന്നംകുളം റൂട്ടിൽ മുതുവറയിൽ ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. റോഡിലെ നിർമ്മാണ പ്രവൃത്തികൾ പാതി വഴിയിൽ നിർത്തിവച്ചതിനെ തുടർന്നാണ് കുരുക്ക് രൂപപ്പെടുന്നത്. കുന്നംകുളം ഭാഗത്തേക്ക് അമലനഗർ വരെയും പുഴയ്ക്കൽ ഭാഗത്ത് അയ്യന്തോൾ പഞ്ചിക്കൽ വരെയുമാണ് കുരുക്ക് പതിവാകുന്നത്. വാഹനങ്ങൾ നിയന്ത്രിക്കാൻ നിരവധി പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ടെങ്കിലും കുരുക്കഴിക്കാൻ സാധിക്കുന്നില്ല. ഇതിനിടയിലൂടെ വഴിതെറ്റിച്ചെടുത്തുന്ന സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും കുരുക്ക് രൂക്ഷമാക്കുകയാണ്. 1 മണിക്കൂറിലധികം സമയമാണ് വാഹനങ്ങൾ ഇവിടെ കുരുങ്ങിക്കിടക്കുന്നത്. പെട്രോൾ പമ്പിലെ ശുചിമുറികളെ സംബന്ധിച്ച് നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉപഭോക്താക്കൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമാക്കി. പെട്രോൾ പമ്പുകളിലെ ശുചിമുറി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന സർക്കാർ വിജ്ഞാപനം തടഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ്. PC ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ റിവർ സ്ലൂയിസിലോ KSEB ചെറുകിട വൈദ്യുതി ഉൽപ്പാദന നിലയം വഴിയോ വെള്ളം തുറന്നുവിടും. മണലി, കരുവന്നൂർ പുഴകളിൽ നിലവിലെ ജലനിരപ്പിൽ നിന്നും പരമാവധി 20 സെന്റിമീറ്റർ കൂടി വെള്ളം ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. പുന്നയൂർകുളം മന്നലാങ്കുന്ന് പ്രദേശത്ത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് നടപടി ആരംഭിച്ചു. NK അക്ബർ MLA, സബ് കളക്ടർ അഖിൽ വി മേനോൻ എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന ശേഷം പ്രശ്നബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മന്നലാങ്കുന്നിലെ ചക്കോലയിൽ റോഡ്, AKG റോഡ്, അൽ അമീൻ റോഡ് എന്നിവിടങ്ങളിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ട് മൂലം 15-ലധികം വീടുകൾ ദുരിതത്തിലായിരുന്നു. വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഗുരുവായൂർ MLAക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചത്. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ചക്കോലയിൽ റോഡിൽ ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കാന നിർമ്മിക്കാൻ തീരുമാനമായി. തുടർ നടപടികളെടുക്കാൻ സബ് കളക്ടറെ ചുമതലപ്പെടുത്തി. തൃശൂർ ജില്ലയിൽ വനഭൂമി പട്ടയത്തിനായി കേന്ദ്രാനുമതിക്കുള്ള അപേക്ഷകൾ ജൂൺ 25-നകം പരിവേഷ് പോർട്ടലിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാരിലേക്ക് അയക്കാൻ റവന്യൂ മന്ത്രി K. രാജൻ നിർദ്ദേശം നൽകി. സംയുക്ത പരിശോധന പൂർത്തീകരിച്ചിട്ടുള്ള അപേക്ഷകളിൽ ഓരോ സ്ഥലവും പ്രത്യേകം സർവേ നടത്തി വിശദാംശങ്ങളോടെ ടോപ്പോ ഷീറ്റിലേക്ക് മാറ്റി പരിവേഷ് പോർട്ടലിലൂടെ അയക്കുന്നത്. വിവിധ താലൂക്കുകളിലായി 4111 അപേക്ഷകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. റവന്യൂ മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം 8 സർവേ ടീമുകൾ രൂപീകരിച്ച് പ്രത്യേക വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നൽകിയാണ് 892.5301 ഹെക്ടർ ഭൂമി അളന്ന് പ്രത്യേകം സ്കെച്ചുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. നിലമ്പൂർ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നാളെ.
തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ സ്ഥാനാർത്ഥികൾ വിജയപ്രതീക്ഷയിലാണ്. നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 2,32,000 വോട്ടർമാരാണ് വിധിയെഴുതുക. ഈ മാസം 23-നാണ് വോട്ടെണ്ണൽ. ഇരിങ്ങാലക്കുട കത്തീഡ്രൽ ദേവാലയത്തിന് മുന്നിൽ പട്ടാപ്പകൽ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം സ്ത്രീയുടെ മാല പൊട്ടിച്ചു. ചന്തക്കുന്നിൽ അടക്ക വിൽക്കുന്നതിനായി എത്തി മടങ്ങുകയായിരുന്ന കാറളം സ്വദേശിനി നളിനിയുടെ മാലയാണ് ബൈക്കിലെത്തിയ സംഘം പൊട്ടിച്ച് കടന്നു കളഞ്ഞത്. സമീപത്തെ കടയിലെ CCTV ക്യാമറയിൽ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. പ്രതികൾക്കായി ഇരിങ്ങാലക്കുട പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജില്ലയിൽ എലിപ്പനി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ എലിപ്പനിക്കെതിരെ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി അറിയിച്ചു. എലി, പട്ടി, പൂച്ച, കന്നുകാലികൾ തുടങ്ങിയവയുടെ മൂത്രവും വിസർജ്യങ്ങളും വഴി പകരുന്ന രോഗമാണ് എലിപ്പനി. ഇവയുടെ മൂത്രവും വിസർജ്യവും വഴി മണ്ണിലും വെള്ളത്തിലും എത്തുന്ന രോഗാണുക്കൾ മുറിവുകൾ വഴി ശരീരത്തിലെത്തിയാണ് രോഗമുണ്ടാവുന്നത്. വയലിൽ പണിയെടുക്കുന്നവർ, തോട്, കനാൽ, കുളങ്ങൾ, വെള്ളക്കെട്ടുകൾ എന്നിവ വൃത്തിയാക്കുന്നവർ, മലിനജലവുമായി സമ്പർക്കത്തിൽ വരുന്ന വ്യക്തികൾ തുടങ്ങിയവരിൽ രോഗം കൂടുതലായി കണ്ടുവരുന്നു. ക്ഷീണത്തോടെയുള്ള പനിയും തലവേദനയും പേശിവേദനയും ാണ് എലിപ്പനിയുടെ ലക്ഷണങ്ങൾ. കണ്ണിൽ ചുവപ്പ്, മൂത്രക്കുറവ്, മഞ്ഞപ്പിത്ത ലക്ഷണങ്ങൾ എന്നിവയും കണ്ടേക്കാം. പ്രാണവേദനയുടെ ഗുരുവായൂരിന്റെ തെരുവിൽ ജീവിതം തള്ളി നീക്കിയ പ്രസാദിനെ സാമൂഹ്യനീതി വകുപ്പ് ഏറ്റെടുത്തു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. ഓർഫനേജ് കൌൺസിലർ മാല രമണന്റെ നേതൃത്വത്തിൽ പ്രസാദിനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കയ്യിലെ സ്റ്റീൽ വള കുടുങ്ങി പഴുപ്പ് കയറി വേദന കടിച്ചമർത്തി ഗുരുവായൂരിന്റെ തെരുവിൽ തീരാ നോവായി മാറിയ പ്രസാദിനെക്കുറിച്ചുള്ള വാർത്ത കഴിഞ്ഞ ദിവസമാണ് TCV പുറത്തുവിട്ടത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഓർഫനേജ് കൌൺസിലർ മാല രമണൻ പ്രസാദിനെ തേടി ഗുരുവായൂരിലെത്തുകയായിരുന്നു. ക്ഷേത്രനഗരിയുടെ തെരുവിൽ തെരഞ്ഞ് കണ്ടുപിടിച്ച് 108 ആംബുലൻസിൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. വലതുകൈ തണ്ടയിലെ സ്റ്റീൽ വള മാംസത്തിൽ ആഴ്ന്നിറങ്ങിയ നിലയിലായിരുന്നു. മെഡിക്കൽ കോളേജിലെത്തിച്ച പ്രസാദിന്റെ കൈത്തണ്ടയിൽ നിന്ന് വളകളും ചരടുകളും മോതിരങ്ങളും നീക്കം ചെയ്തു. അസുഖം ഭേദമാകുന്ന മുറയ്ക്ക് പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്ന് ഓർഫനേജ് കൌൺസിലർ മാല രമണൻ പറഞ്ഞു. ദേശീയപാതയിൽ പലയിടത്തും അടിപ്പാതകൾ അനുവദിച്ചിട്ടും നെല്ലായി ജംഗ്ഷനിൽ സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാനുള്ള സംവിധാനമൊരുക്കാൻ അധികൃതർക്കാവുന്നില്ല. അടിക്കടി അപകടങ്ങളുണ്ടാവുന്ന ഇവിടെ ട്രാഫിക് സിഗ്നൽ സംവിധാനമോ ഫുട് ഓവർ ബ്രിഡ്ജോ സ്ഥാപിക്കണമെന്ന ആവശ്യം പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ദേശീയപാത 4 പാതയാക്കി നവീകരിച്ച കാലം മുതൽ നെല്ലായി ജംഗ്ഷനിൽ പ്രദേശവാസികൾ റോഡ് മുറിച്ചു കടക്കുന്നത് ജീവൻ പണയം വെച്ചാണ്. ഒട്ടേറെ അപകട മരണങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നിരന്തരം വാഹനങ്ങൾ ചീറിപ്പായുന്ന ദേശീയപാത മുറിച്ചു കടക്കാൻ പ്രായം ചെന്നവരും സ്കൂൾ കുട്ടികളുമാണ് ഏറെ വിഷമിക്കുന്നത്. പറപ്പൂക്കര പഞ്ചായത്തിലെ വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായ നെല്ലായിയിലാണ് പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാൾ, നെല്ലായി വില്ലേജ് ഓഫീസ്, നെല്ലായി സബ് രജിസ്ട്രാർ ഓഫീസ് എന്നീ സ്ഥാപനങ്ങൾ ഉള്ളത്. പന്തല്ലൂരിലുള്ള പറപ്പൂക്കര പ്രാഥമികാരോഗ്യ കേന്ദ്രം, മൃഗസംരക്ഷണ കേന്ദ്രം എന്നിവിടങ്ങളിലേക്കും നെല്ലായി ജംഗ്ഷനിലൂടെ വേണം എത്തിച്ചേരാൻ. വയലൂർ, ആലത്തൂർ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് കൊടകര, ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകാനായി നെല്ലായി ബസ് സ്റ്റോപ്പിൽ എത്തണമെങ്കിലും ദേശീയപാത മുറിച്ചു കടക്കണം. ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്തുള്ളവർക്ക് പുതുക്കാട്, തൃശൂർ, മണ്ണുത്തി ഭാഗങ്ങളിലേക്കുള്ള ബസ്സിൽ കയറണമെങ്കിലും ഏറെ പണിപ്പെട്ട് റോഡ് മുറിച്ചു കടക്കണം. ദേശീയപാത 4 പാതയാക്കിയ ശേഷം നെല്ലായി ജംഗ്ഷനിൽ നടന്നിട്ടുള്ള അപകടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 30-ലേറെയാണെന്നാണ് അനൌദ്യോഗിക കണക്ക്. അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനും കാൽനടക്കാരുടെ സുരക്ഷിതത്വത്തിനും വേണ്ടി ഇവിടെ ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കണമെന്ന് വർഷങ്ങളായി ജനങ്ങൾ ആവശ്യപ്പെട്ടു വരുന്നുണ്ടെങ്കിലും ഈ ആവശ്യം അധികൃതർ ഇനിയും അംഗീകരിച്ചിട്ടില്ല. കാൽനട യാത്രക്കാർക്കായി ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും അതും നടപ്പായില്ല. വാഹനങ്ങളും കാൽനട യാത്രക്കാരും ദേശീയപാത മുറിച്ചു കടക്കുന്ന ജംഗ്ഷനാണെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ബ്ലിങ്കിംഗ് ലൈറ്റുകൾ മാത്രമാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. പേരാമ്പ്ര, ആമ്പല്ലൂർ തുടങ്ങിയ ജംഗ്ഷനുകളിൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുകയും മറ്റു പലയിടങ്ങളിലും അടിപ്പാതകൾ പരിഗണിക്കപ്പെടുകയും ചെയ്തിട്ടും നെല്ലായിയിലെ ദുരിതം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നതിൽ ജനങ്ങൾക്ക് അമർഷമുണ്ട്. കുറഞ്ഞത് ട്രാഫിക് സിഗ്നൽ സംവിധാനമോ ഫുട് ഓവർ ബ്രിഡ്ജോ സ്ഥാപിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. TCV കൊടകര. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. മതിലകം 1-ാം കല്ല് വടക്കുവശം കൈതക്കാട്ട് 53 വയസ്സുള്ള ഷോബിയാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രിയാണ് പടിഞ്ഞാറെ വെമ്പലൂർ അസ്മാബി കോളേജിനടുത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം നടന്നത്. ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. പച്ചക്കറി കടയിലെ തൊഴിലാളിയായിരുന്നു ഷോബി. അപകടത്തിൽ പരിക്കേറ്റ 3 പേർ ചികിത്സയിലാണ്. കാട്ടൂർ തേക്കിൻമൂല കോതറ പാലത്തിന് സമീപം KLDC കനാലിൽ സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായി. ചളിങ്ങാട് സ്വദേശി തോട്ടുപറമ്പത്ത് വീട്ടിൽ 22 വയസ്സുള്ള ഷാനവാസിനെയാണ് കാണാതായത്. ബുധനാഴ്ച വൈകിട്ടാണ് സംഭവം. കാട്ടൂർ പോലീസും ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താനായില്ല. തിരച്ചിൽ വ്യാഴാഴ്ച പുനരാരംഭിക്കും. പോട്ടൂർ കുലവതി മുൻഷി ഭവൻസ് വിദ്യാമന്ദിർ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പെയിന്റിംഗ് പ്രദർശനം തൃശൂർ ലളിതകലാ അക്കാദമിയിൽ തുടരുന്നു.
കുട്ടികളും മുതിർന്നവരും അടക്കം നിരവധി പേരാണ് ചിത്രപ്രദർശനം കാണാൻ എത്തുന്നത്. കുട്ടിവര എന്ന പേരിൽ സംഘടിപ്പിച്ച ചിത്രപ്രദർശനത്തിൽ സ്കൂളിലെ 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള 125ഓളം കുട്ടികളുടെ 150ഓളം ചിത്രങ്ങളാണ് ഉള്ളത്. അക്രിലിക് മീഡിയത്തിലുള്ളതാണ് ഭൂരിഭാഗം ചിത്രങ്ങളും. വാട്ടർ കളർ, പേസ്റ്റൽ മീഡിയങ്ങളിലുള്ള ചിത്രങ്ങളും ഇതിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് അക്രിലിക് മീഡിയത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി ചിത്രകലാധ്യാപകൻ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ ആരംഭിച്ച ചിത്രം വരെയാണ് പൊതുവേദിയിൽ ചിത്രപ്രദർശനം സംഘടിപ്പിക്കുന്നതിലേക്ക് എത്തിയത്. കാടും മേടും പുഴകളും താഴ്വരകളും സൂര്യനും ചന്ദ്രനും വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും ദൈവങ്ങളും പ്രകൃതിയുമെല്ലാം കുട്ടികളുടെ ഭാവനയിൽ ചിത്രങ്ങളായി ഇതൾ വിരിഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ ചിത്രങ്ങളോടൊപ്പം അധ്യാപകർ വരച്ച ഏതാനും ചിത്രങ്ങളും പ്രദർശനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 6:30 വരെ നീണ്ടു നിൽക്കുന്ന പ്രദർശനം ശനിയാഴ്ച സമാപിക്കും. TCV തൃശൂർ. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മുഴുവൻ ക്ഷേത്രങ്ങളിലും വഴിപാടുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യുന്നതിനും പണം സ്വീകരിക്കുന്നതിനും സൗകര്യമൊരുക്കുമെന്ന് ദേവസ്വം ബോർഡ്. ഇതിനായി ബജറ്റിൽ തുക വകയിരുത്തി. വടക്കുനാഥ ക്ഷേത്രം, ചോറ്റാനിക്കര ക്ഷേത്രം, കൊടുങ്ങല്ലൂർ ക്ഷേത്രം, തിരുവല്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിലവിൽ ഓൺലൈൻ സൗകര്യമുള്ളതാണെന്നും ദേവസ്വം കമ്മീഷണർ അറിയിച്ചു. ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഓൺലൈനായി പൂജകൾ ബുക്ക് ചെയ്യാനും സംഭാവന സ്വീകരിക്കാനും സൗകര്യമൊരുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അരിമ്പൂരിൽ കൈപ്പള്ളി എറവ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി കൂട്ടിയിട്ട സ്ലാബുകളും തൂണുകളും കരാറുകാരൻ കടത്തിക്കൊണ്ടുപോവുകയാണെന്ന് ആരോപിച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനെത്തിയ ടോറസ് ലോറിയും JCBയും നാട്ടുകാർ 4 മണിക്കൂറോളം തടഞ്ഞിട്ടു. അരിമ്പൂർ പഞ്ചായത്തിന്റെ അധീനതയിലുണ്ടായിരുന്ന റോഡ് ടാർ ചെയ്ത് അടിസ്ഥാന സൗകര്യങ്ങൾ കൂട്ടി നിർമ്മിക്കുന്നതിന് പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജനയിലേക്ക് കൈമാറിയിരുന്നു. കൈപ്പള്ളി എറവ് റോഡ് നിർമ്മാണം ആരംഭിച്ച് 2 വർഷം പിന്നിട്ടിട്ടും എങ്ങുമെത്തിയില്ല. റോഡ് നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരന് വാട്ടർ അതോറിറ്റി നൽകേണ്ടതായ തുക നൽകിയില്ലെന്നാരോപിച്ച് റോഡ് പണി നിർത്തിവെച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് കരാറുകാരന്റെ ആളുകൾ എത്തി റോഡരികിൽ കാനകൾക്ക് മുകളിലിടാനായി സൂക്ഷിച്ചിരുന്ന സ്ലാബുകളും തൂണുകളും ടോറസ് ലോറിയിൽ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതോടെയാണ് നാട്ടുകാർ വാഹനം തടഞ്ഞിട്ടത്. സംഭവം അറിഞ്ഞ അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും സ്ഥലത്തെത്തി CIയുടെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തി അടുത്ത ദിവസം കാര്യങ്ങളിൽ തീരുമാനമുണ്ടാക്കാം എന്ന ധാരണയിൽ കരാറുകാരന് JCB വിട്ടുകൊടുക്കുകയായിരുന്നു. അതേസമയം ടോറസ് ലോറി വിട്ടു നൽകിയില്ല. പാറമേക്കാവ് ദേവസ്വം ഭരണസമിതി ജോയിന്റ് സെക്രട്ടറിയായി കിഴക്കമ്പട്ടുകര സ്വദേശി സന്തോഷ് കുമാറിനെ തെരഞ്ഞെടുത്തു. PV നന്ദകുമാർ രാജിവെച്ച സാഹചര്യത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ്. ഭരണസമിതി അംഗമായി കിഴക്കമ്പട്ടുകര വേണാട്ടുമനയിൽ VN ഹരിയെയും തെരഞ്ഞെടുത്തു. ഗുരുവായൂർ കോട്ടപ്പടി സ്വദേശി കോവിഡ് ബാധിച്ച് മരിച്ചു. അമ്പലത്തുവീട്ടിൽ പണ്ടാരത്തിൽ ഫിറോസ് ഹാഷിമാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. കോവിഡ് ബാധിച്ച് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,250 രൂപ, പവന് 74,000 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,255 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ശക്തമായ മഴയിൽ ചാഴൂർ കമാൻഡ് മുഖം താൽക്കാലിക തടയണ തകർന്നു. 5 പഞ്ചായത്തുകളിലെ 500-ലേറെ കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. പടിയൂർ പുളിക്കലച്ചിറ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക ബണ്ട് പൊട്ടിച്ച് വെള്ളം ഒഴുക്കിവിട്ടു തുടങ്ങി. കോൾപ്പടവുകളിലെ സ്ലൂയിസുകൾ തുറക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് ചാഴൂർ കൃഷിഭവൻ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. തീരദേശത്ത് വെള്ളക്കെട്ട് ദുരിതം. കനോലി കനാൽ കവിഞ്ഞതോടെ കൈപ്പമംഗലം, എടത്തിരുത്തി പഞ്ചായത്തുകളിൽ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി. മന്നലാകുന്ന ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ട് പരിഹരിക്കാൻ നടപടി ആരംഭിച്ചു. പുതുക്കാട് സെന്ററിലെ തട്ടുകടകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്തതും പഴകിയ ഭക്ഷണം കണ്ടെത്തിയതുമായി 2 കടകൾ അടയ്ക്കാൻ നിർദ്ദേശം. ദേശീയപാത പട്ടിക്കാട് കല്ലെടുക്ക് മേഖലയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ. മുടിക്കോട് അടിപ്പാതയ്ക്ക് വേണ്ടിയെടുത്ത കുഴി മണ്ണിട്ട് നികത്തി വാഹനങ്ങൾ കടന്നുപോകാനുള്ള സൗകര്യം ഉടൻ ഒരുക്കുമെന്ന് മന്ത്രി. പുല്ലഴി ചെറിയ പാലത്തിൽ ചണ്ടിയും കുളവാഴയും അടിഞ്ഞുകൂടി കിടക്കുന്നു. കോർപ്പറേഷൻ പരിധിയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണി. തൃശൂർ കുന്നംകുളം റൂട്ടിൽ മുതുവറയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. കുരുക്ക് മുറുക്കി നിയന്ത്രണങ്ങൾ പാലിക്കാത്ത ബസ്സുകൾ. യാത്രാ ദുരിതത്തിൽ സഞ്ചാരികൾ.
ഇതോടെ ബുള്ളറ്റിൻ പുറമാകുന്നു. നമസ്കാരം.